ടെസ്റ്റ് ട്രാവലിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലാണുള്ളത്. വണ്ടി നമ്മുടെ വണ്ടി കൂടെ ഉണ്ട്. ഞാൻ ഇന്നിടുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി മിസ്സായിരുന്നു. അതായത് എനിക്ക് കോവിഡ് പിടിച്ച് ഡൽഹിയിൽ നിന്ന് വണ്ടി കയറ്റി അയച്ചതിന് ശേഷം വണ്ടിയുടെ ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി വരെ അന്വേഷിച്ച് പിടിച്ച് ലാസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടി വണ്ടി. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ കാഴ്ചകളാണ്. ഞാനിത് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി മിസ്സായ ടെൻഷനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാതൊക്കെ. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി, ഇപ്പം എല്ലാം സമാധാനമായി. അപ്പോൾ ആ കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം തമിഴിൽ കണ്ട പോലെ ബൈക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വലിയൊരു പ്രോബ്ലമാണത്. പിന്നെ വിവരമില്ല. ഏകദേശം ഞങ്ങളവിടുന്ന് നിങ്ങൾക്കറിയാം, കൊറോണ പിടിച്ചിട്ട് പിന്നെ അസുഖമായിട്ട് കിടക്കുന്ന സമയത്താണ് ഡൽഹി വരെ എത്തിച്ചിട്ട് ഡൽഹിയിൽ നിന്നാണ് ബൈക്ക് കയറ്റി വിടാമെന്ന് വിചാരിച്ചത്. ട്രെയിനിന് കയറ്റി വിടാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ എന്തോ അറിയില്ല, കാർഗോയിൽ നമ്മൾ കയറ്റി വിട്ടു. കാരണം അവിടുത്തെ സിറ്റുവേഷനൊക്കെ അങ്ങനെയായിരുന്നു. കാർഗോയിൽ കയറ്റി വിട്ട് നമ്മൾ ഈ ഒരു കാർഗോ ആണ് ഇതല്ലേ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ജേജോ കാർഗോ എന്ന് പറഞ്ഞിട്ട്, ജേജോ കാർഗോ മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഗോ കമ്പനിയിലാണ് നമ്മൾ ഈ രണ്ട് ബൈക്കും നമ്മൾ കയറ്റി വിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും ആദ്യം അവർ പറഞ്ഞു ഇവിടെ ബൈക്ക് ഇന്ന് എത്തും, നാളെ എത്തും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് എത്തും. ഏകദേശം 2 ദിവസം മുമ്പ് വരെ ഒരു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ മാർച്ച് 14-ാം തീയതിയാണ് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് പോയത്. നല്ല ലെവൽ തന്നെയാണ് നമ്മൾ പോയത്. ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മൾ കറങ്ങി. അതിൻ്റെ ഏതെങ്കിലും കാശ്മീരിൽ നിന്ന് നമ്മൾ മണാലി വരെ എത്തി. നല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. മണാലി ആണെങ്കിലും അതുപോലെ കിസ്വാർ ആണെങ്കിലും നമുക്കുണ്ടായ അനുഭവങ്ങളും നമ്മുടെ കാഴ്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് മണാലിയിൽ നിന്നാണ് നമുക്ക് ആ ഒരു സ്നോഫാൾസിൻ്റെ തൊട്ട് തലേ ദിവസമാണ് എനിക്ക് പനി പിടിപെട്ടത്. പനി പിടിപെട്ടിട്ട് നിങ്ങൾ ഈ കഥ നിങ്ങൾ കേട്ടായിരിക്കും. അപ്പോൾ പനി വിട്ടതിന് ശേഷം ഒരു ദിവസം കൊണ്ട് ഒരു പനി മാറി. 2ാമത്തെ ദിവസം പിന്നെയും പനി വന്ന് സ്ട്രോങ് ആയി. അങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് കോവിഡ് ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ കോവിഡായ മനസ്സിലായ സമയത്ത് എനിക്ക് നല്ല സ്ട്രോങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് വരെ കഴിക്കാൻ പറ്റാതെ മരണം മുഖത്തോട് മുഖം കണ്ടു എന്ന് തന്നെ പറയാം. അത്രയും ഞാൻ ഏകദേശം 10-20 കിലോനോളം ഞാൻ കുറയുകയും ചെയ്തു തൂക്കം. അങ്ങനെ ഏകദേശം നാട്ടിലെങ്ങനെ എത്തണം എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം മണാലിയിൽ നിന്ന് കുളു വന്നിട്ട് കുറച്ച് 3-4 ദിവസം അവിടെ താമസിച്ചു. അവിടെ നിന്ന് നമ്മൾ ഛത്തീസ്ഗഡ് വന്നിട്ട് ഫ്ലൈറ്റിന് കയറാമെന്ന് വിചാരിച്ചിട്ട് അതും നമുക്ക് പറ്റിയില്ല. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ബൈക്ക് ട്രെയിനിന് കയറ്റാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഡൽഹിയിലെത്തി ഇപ്പോൾ ഞാൻ അവശനായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഇവരൊക്കെ കൂടിയാണ് ബൈക്ക് കയറ്റി വിട്ടത്. കാരണം എനിക്ക് പറ്റാത്തത് കൊണ്ട് അങ്ങനെ കാർഗോയിൽ കയറ്റി വിട്ട്. മെയ് 4-ാം തീയതിയാണ് നമ്മൾ കാർഗോയിൽ ഇത് കയറ്റി വിടുന്നത്. ബൈക്ക് നിങ്ങൾക്കറിയാം, ബൈക്ക് കയറ്റി വിടുന്നത് ഫോട്ടോസും വണ്ടിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ മെയ് 4-ാം തീയതി നമ്മൾ അവിടുന്ന് വണ്ടി കയറ്റി വിട്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. വണ്ടി കയറ്റി വിട്ടിട്ട് നമ്മൾ മെയ് 5-ാം തീയതി രാവിലെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി. ഏകദേശം ഞങ്ങൾ 5-ാം തീയതി കയറിയിട്ട് 6-ാം തീയതി 7-ാം തീയതി രാത്രി ആകുമ്പോഴേക്കും ഞങ്ങൾ നാട്ടിലെത്തി. പിന്നെ എന്നിട്ടും ഇതേപോലെ ഇവിടെ ക്വാറന്റൈനിൽ ഇരുത്തും. ഏകദേശം 10 ദിവസം നമ്മൾ ക്വാറന്റൈനിൽ ഇരുന്ന് ചെക്ക് ചെയ്ത് പോസിറ്റീവ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. എല്ലാം നെഗറ്റീവ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഇത്രയും ദിവസമായിട്ട്, അതായത് മെയ് 4 ഇന്ന് എത്രാം തീയതിയാണ്, അതായത് ഒരു മാസം 5-ാം തീയതി, ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ ബൈക്ക് കയറ്റി വിട്ടിട്ട് ഇതുവരെ ബൈക്ക് എത്തിയിട്ടില്ല. വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണുള്ളത്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ്. ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ ഞങ്ങളൊന്ന് കമന്റിലൂടെയോ കോണ്ടാക്ട് ചെയ്തോ പറയണം. എന്താണ് ജേജോ കാർഗോ എന്നാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം സ്റ്റേഷനായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലൈന്റ് എഴുതിയിട്ട് ഇവിടെ എസ്ഐക്ക് കൊടുക്കണം. എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഹൈദരാബാദിലോട്ട് പോകും. ബാംഗ്ലൂർ വഴിയാണ് ഹൈദരാബാദ് പോകുന്നത്. അപ്പം ബാക്കി നമുക്ക് വഴിയെ കാണാം. 2-3 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതേപോലെ ഒരു അബദ്ധം നിങ്ങൾ ഒരിക്കലും ഇതേപോലെ കാർഗോയിലോ മറ്റുള്ളതിലൊന്നും വണ്ടി നിങ്ങൾ കയറ്റി വിടരുത്. അപ്പം ട്രെയിനിൽ തന്നെ കയറ്റി നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഇനിയിപ്പം വണ്ടി കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീഡിയോസ് ഒന്നും മുടക്കുകയില്ല. നല്ല വീഡിയോസ് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ വരും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ഷെയർ ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ ഇരിട്ടി സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇരിട്ടി സ്റ്റേഷൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ വന്ന് പരാതി നമ്മൾ കൊടുത്ത് അപ്പോൾ അവരെ നേരിട്ട് കമ്പനിക്കാരെ വിളിച്ചിട്ട് അവർ സംസാരിച്ചിട്ട് എവിടെ വണ്ടി എത്തിയത് ഹൈദരാബാദ് വണ്ടി എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ 8 മണിക്ക് ഇവിടെ എത്തി. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. ഇനി ഇവിടെ നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ നേരെ ഹൈദരാബാദ് പോകും. ഹൈദരാബാദിൽ നിന്ന് വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൽഹിയിലേക്ക് പോകും. പിന്നെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അറിയാം, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ടി.നെ കണ്ടിട്ട് നമ്മൾ 700 രൂപ ക്യാഷ് കൊടുത്തിട്ടാണ്, സീറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. 700 രൂപ ക്യാഷും കൊടുത്ത് നമ്മൾ ട്രെയിനിൽ നിന്ന് വരിക എന്നുള്ള അവസ്ഥയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് സാഹചര്യമൊക്കെയാണ്. RT-PCR എടുത്തിട്ടാണ് എല്ലാവരും വരേണ്ടത്. പിന്നെ പരമാവധി സേഫായിട്ട് യാത്ര ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുപോലെയുള്ള ഇപ്പം എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മളൊരു പാഠം പഠിക്കും. കാരണം ബൈക്ക് ഏകദേശം 45 ദിവസം കഴിഞ്ഞു. ഇതുവരെ ആ ബൈക്ക് എത്തിയിട്ടോ കാര്യങ്ങളില്ല. ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്, നിങ്ങൾക്കറിയാം. സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഞാൻ വേറൊരു എമൗണ്ടും കൂടി ചിലവാക്കുകയാണ്. കാരണം ഈ വണ്ടി തിരഞ്ഞു പോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം വണ്ടി എവിടെയാണ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് മനസ്സറിഞ്ഞിട്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഇന്നലെ നമ്മുടെ യാത്ര ചെയ്ത എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് തന്നെ ബൈക്ക് ഏതായാലും ഇതേപോലെ പറ്റിക്കപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിനിലാണെങ്കിലും ഓട്ടോ ആണെങ്കിലും നമ്മൾ ബാംഗ്ലൂർ പിന്നെ അവസ്ഥ പറയണ്ട. ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരത്തേക്ക് 700-750 രൂപയ്ക്കാണ് ഓട്ടോറിക്ഷയ്ക്ക് പറയുക. പിന്നെ എല്ലാ സ്ഥലത്തും ഒരാളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പറ്റിക്കുകയാണ്. കാരണം നമ്മൾ എത്ര കെയർ ചെയ്താലും പിന്നെ നിവൃത്തിയില്ലാതെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരികയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഇത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത യാത്രയാണ്. കാരണം എൻ്റെ ബൈക്ക് എൻ്റെ മാത്രമല്ല നമ്മുടെ മനാഫിൻ്റെ ബൈക്കും ഉണ്ട്. അത് 2 ബൈക്കും മിസ്സിങ് ആയതിനെ തുടർന്ന് മാത്രമാണ് പിന്നെയും ഈ ഒരു യാത്ര എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബൈക്ക് കിട്ടട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഡൽഹിയിലേക്ക് പിന്നെയും പോകണം. അതും പിന്നെയും എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വിജയിച്ച് മുന്നോട്ട് കയറാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച കാണാം. ഓക്കെ. ഹലോ. അപ്പോൾ ട്രെയിനിലാണുള്ളത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂർ ഒരു ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. കാരണം അവർ ഹൈദരാബാദിൽ വണ്ടിയുണ്ട്, വണ്ടി ഹൈദരാബാദിൽ നിന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ വെയിറ്റ് ചെയ്തിരുന്നു. ബാംഗ്ലൂർ വെയിറ്റിട്ട് അഡ്രസ്സ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സോളാപൂർ റെയിൽവേ സ്റ്റേഷന് വണ്ടി എടുത്തിട്ടേ ഉള്ളൂ. രാവിലെ സമയം 7:30 മണിയായി. ഇനിയിപ്പം നാളെ നമ്മൾ അല്ലേ, നാളെയാണ് ഇനിയിപ്പം ഡൽഹിക്ക് എത്തുള്ളൂ. ഇന്ന് പകലും രാത്രിയും നമ്മൾ ട്രെയിനിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് രാവിലെ ഡൽഹിയിലെത്തും. ഡൽഹിയിലെത്തിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതും കാണിക്കാം. നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. വണ്ടി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രെയിനിൽ 2 ചായ മേടിച്ചതാണ്. ചായ മേടിച്ചിട്ട് ഇപ്പം ചോദിക്കുകയാണ്, ചായക്ക് എന്താ ഒരു ചായ ഉണ്ടല്ലോ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകുമ്പോൾ കേരളയ്ക്ക്. ഞാൻ പറഞ്ഞ് നമ്മളെ പോലെ വൃത്തിയും മെനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ചായ കൊണ്ടുവരുന്ന ഡബ്ബ ഉണ്ടല്ലോ, ഈ എന്താ പറയുന്ന ചൂടാറാത്ത സാധനം, അത് ചിലപ്പോൾ കഴുകലേ ഉണ്ടാവില്ല. ആ കഴുകാത്ത അതിൽ ആ ഒരു വാട്ടർ ചോയാണ് ചിലപ്പോൾ ഒരു ചോയക്കുന്ന രുചി വ്യത്യാസം ഉണ്ടാകുന്നത്.
കേട്ടിരിക്കുക ഇതേപോലെ യാത്ര ചെയ്യുമ്പോഴും. അല്ലെങ്കിൽ ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിട്ട് ട്രെയിനിലാണെങ്കിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. നല്ല രസമാണ് കേട്ടോ ഒരു പാട്ട് കേൾക്കാൻ, ആ ഒരു താളം അല്ലേ. എന്തുകൊണ്ടാണ് എന്തൊരു മരത്തിൻ്റെ തടിയാണ്, അതുകൊണ്ട് താളം ഭയങ്കര രസമാണ് പാട്ട് കേട്ടിരിക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു പാട്ട് പാടിയിരുന്നത് ഇതിലും മനോഹരമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇരുത്തി പാടിച്ചത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ നമ്മൾ കൊടുക്കുക. നമ്മൾ വലിയ ആളായിട്ടൊന്നുമല്ല, എന്നാൽ പോലും. അപ്പോൾ ഇതേപോലുള്ള ആളുകൾ, അതായത് പാവപ്പെട്ട ആളുകളെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു നേരത്തെ നമ്മൾ ഒരു നേരത്തെ ചായ കുടിക്കുന്ന പൈസ മതി ഇവർക്ക് സുഖമായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഉള്ളത് നമുക്ക് ആ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക, ഉള്ളതിനനുസരിച്ച് നമ്മൾ സഹായിക്കാം, ഇതൊക്കെ ചെയ്യുക. നല്ല നല്ല പാട്ടുകളാണ്, നല്ല രസമാണ് കേൾക്കാനൊക്കെ. അപ്പം ഇതൊക്കെയാണ് ട്രെയിനിലെ വിശേഷം. ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് മര്യാദക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആളുകൾ ഈ ബോഗിയിൽ കണ്ടില്ല, ഇവിടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സീറ്റിൽ ഞാൻ, പിന്നെ ഇവിടെ ഒരു ബായ് ഉണ്ട്, പിന്നെ അതുപോലെ ഈ സീറ്റിൽ നമ്മുടെ ചെങ്കം. അപ്പോൾ ഇത്രയും 3 പേരെ ഉള്ളതാണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ. ഇതാണ് യാത്ര. ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയെന്നൊരു ഇതല്ലേ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നതുകൊണ്ട് നമ്മുടെ സാധാരണ റൂട്ടല്ല, വ്യത്യാസമുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശിലൊക്കെ ഗുജറാത്ത് എത്താനായി. കൂടുതലായിട്ട് നല്ല കൃഷിയിടങ്ങളാണ്, ഫുള്ള് കൃഷിയിടങ്ങളാണ് കാണുന്നത് മൊത്തം. അപ്പം ഇനി വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കാണിക്കാം. ഹലോ. അങ്ങനെ നമ്മൾ ഏകദേശം 3-4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട്. ഇനി ഏകദേശം 10 മിനിറ്റും കൂടിയാണ് ഡൽഹിയിലേക്ക് ഇറങ്ങാൻ. ഡൽഹിയിൽ നിന്ന് നമുക്ക് മെട്രോ പിടിച്ചിട്ട് വേണം ഗുരുഗ്രാമിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ 2 ചങ്കുകളുണ്ട്, നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു. എന്നാലും പറയാം, പേര് ആസിം. ഇവിടെ തന്നെ കോതമംഗലത്ത്. എൻ്റെ ഉമേർ. ഇവരുടെ ഡൽഹിയിൽ ഇവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് അടിച്ച്, അതായത് ഇങ്ങനെ ഞാനും ഇവനും കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരും ഉണ്ടാകുന്നില്ലാതെ. മാത്രമല്ല ഇത് ബാംഗ്ലൂരിൽ നിന്ന് വിട്ട വണ്ടി ആയതുകൊണ്ട് തന്നെ മലയാളികൾ ഉണ്ടാകുന്ന പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 2 ചങ്കുകളെ കിട്ടി. ഇതുവരെ ഡൽഹി എത്തിയത് അറിഞ്ഞില്ല. വർത്താനൊക്കെ പറഞ്ഞ് സംസാരിച്ച് ജോലി അടിച്ച്. ഇവരുടെ സീറ്റ് അപ്പുറത്താണ്. ഇവർ ഇവിടെ ഇന്നലെ ഇങ്ങോട്ട് വന്ന് നമ്മളെടുത്ത് വന്നിരുന്നത്. ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ല, കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടിപൊളിയാവട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ വണ്ടി എനിക്കറിയാം, വണ്ടി അന്വേഷിച്ചിട്ടുള്ള വരവാണ്. 2 വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ച കാണാം. അപ്പോൾ ബൈ 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 ബൈ. വേഗം നോക്കണം. നമ്മൾ ഡൽഹി എത്തി. ന്യൂഡൽഹി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹി എത്തി സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. നേരെ ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് നേരെ നമ്മളങ്ങോട്ട്. ഞങ്ങൾ പോയിട്ട് വരാം. അതെ. അപ്പോൾ ബ്രോസ്റ്റ് നമ്മൾ 2 ബ്രോസ്റ്റും പോയില്ലേ? പോയിട്ട് വരാം. ശരി എന്നാൽ ബൈ ബൈ. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലെത്തിയ കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നമ്മൾ ബാംഗ്ലൂർ, അങ്ങനെ ഹൈദരാബാദ്, ഡൽഹി വരെ എത്തി. ഡൽഹിയിൽ നിന്ന് നമ്മൾ ഇനി വണ്ടിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെനക്കെട്ടതിന് ശേഷമാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്. ആ കാഴ്ചകൾ നിങ്ങൾ മറക്കാതെ കാണണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.